തെലുഗു ചെയ്തതിന് ശേഷമാണ് എനിക്ക് മലയാളം ചെയ്തത്. ആ മലയാളത്തിന് എൻക്വയറി വരുന്നത്. അതെ ടോവിനോ ഞാൻ ലാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വെക്കേഷൻ വരുന്ന സമയത്ത് ടോവിനോട് വീട്ടിൽ പോകാറുള്ളതാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ HCZH. ഇന്ന് സ്പെഷ്യലായിട്ട് ഇരിക്കുന്നത് നമ്മളൊരു ഇന്റർവ്യൂ ആയിട്ടൊന്നും നോക്കണ്ട, ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്കായിട്ട് എല്ലാവരും കണ്ടാൽ മതി. കാരണം നമ്മളുടെ കൂടെ ഒരു ഗസ്റ്റ് ആയിട്ട് ഉള്ളത് സൗത്ത് ഇന്ത്യയിലെ ഒരു അപ്കമിങ് ആക്ട്രസ് എന്ന് പറയാം. കാരണം ഇപ്പൊ ഓൾറെഡി സൂപ്പർ സ്റ്റാർ ആണ്. കാരണം ഓൾറെഡി തമിഴിലും തെലുങ്കിലും ഫിലിം ചെയ്തിട്ടുണ്ട്, മലയാളത്തിലും ഒരു ഫിലിം ചെയ്തു. മൊത്തം 5 ഫിലിം ചെയ്തു അല്ലേ? മൊത്തം അങ്ങനെ നോക്കുകയാണെങ്കിൽ റിലീസ് ആയതാണോ? റിലീസ് ആയത് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്രയും ഉറപ്പുണ്ട്, അഭിനയിച്ച ആൾക്ക് അത്രയും ഉറപ്പില്ല എത്ര ഫിലിമാണെന്നുള്ളത്. അപ്പൊ അവസാനമായിട്ട് ചെയ്തത് മലയാളം ഫിലിമാണ്. അവസാനമായിട്ട് തമിഴാണ് ചെയ്തത്. അത് ഇനി റിലീസ് ആവുന്നു സെപ്റ്റംബർ 12. അപ്പൊ ഈ ഓണൊക്കെ കഴിഞ്ഞതിന് ശേഷം റിലീസ്. അപ്പൊ ഓണത്തിന്റെ ഭാഗമായിട്ട് ഹോൾഡ് ചെയ്തതാണോ റിലീസ്? അല്ല, ഓണത്തിന്റെ ഭാഗത്തല്ല, അങ്ങനെ ഇപ്പഴാ കഴിഞ്ഞത് ഷൂട്ടൊക്കെ. കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തമിഴ് ഫിലിമാണ്. ആരാണ് അതിലെ ഹീറോ? ഹീറോ പൂർണേഷ് എന്ന് പറയും, അവന്റെ പേര് ദേവ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഓണായിട്ട് എന്താ പരിപാടികളൊക്കെ? ഇപ്പൊ അടുത്ത ഓണം വരെയാണല്ലോ. ഓണായിട്ട് ഈ മൂവിയുടെ പ്രൊമോഷനും പിന്നെ വേറൊരു മൂവിയുടെ സ്റ്റാർട്ടപ്പ് പോലെ അങ്ങനെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ഓണത്തിന് ശേഷം ഈ ഒരു റിലീസിംഗ് മാത്രമല്ലോ? റിലീസിംഗ് ഇത് മാത്രമേ ഉള്ളൂ, പിന്നെ മൂവീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഫാമിലിയിൽ ആരൊക്കെ ഉള്ളത്? ഫാമിലിയിൽ അച്ഛൻ, അമ്മ, അനിയൻ, അച്ഛമ്മ ആണ് അവിടെ ഉള്ളത്. പിന്നെ അമ്മൂമ്മ, അമ്മച്ചൻ, അമ്മയുടെ അനിയത്തി. ശരിക്കും മലപ്പുറം, നിലമ്പൂര്. പിന്നെ ഇപ്പൊ എനിക്ക് സ്റ്റഡീസിനൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ കൊച്ചി. BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡിഗ്രി കഴിഞ്ഞു. അപ്പോ സിനിമ തുടർന്ന് പോകാനാണോ ആഗ്രഹം? അതോ തുടർന്ന് പോകാനാണ് ആഗ്രഹം. അപ്പൊ കൂടുതലും മലയാളത്തിലോട്ട് ഒരുപാട് അവസരങ്ങൾ വരട്ടെ എന്നാഗ്രഹിക്കുന്നു, ഞങ്ങള് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആദ്യത്തെ ഫിലിമിലോട്ട് എൻട്രി എങ്ങനെയായിരുന്നു? സ്വന്തമായിട്ട് വഴിവെട്ടി വന്നതാണ്? ഞാൻ +2 ആ സമയത്ത് ആയിരുന്നു എന്റെ ഫസ്റ്റ് മൂവിയുടെ എൻക്വയറി വരുന്നത്. ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് വരുന്നത്. ഇൻസ്റ്റഗ്രാം ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇത് കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, വേണ്ട എന്നൊരു മട്ടിലായിരുന്നു. ഒന്നാമത് നിലമ്പൂര് ആ ഒരു ഏരിയയിലാണല്ലോ, അപ്പോ അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ തന്നെ അവരറിയാണ്ട് ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങി ഫോട്ടോസ് ഇട്ടത് എനിക്ക് ആക്രോബാറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജിംനാസ്റ്റിക്സ് പഠിക്കുന്നുണ്ടല്ലോ, ഒറ്റയ്ക്ക് പഠിച്ചതായിരുന്നു. ഒറ്റയ്ക്ക് ചെയ്ത് TV കണ്ടിട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫോട്ടോസ് ചെയ്തിട്ട് ഇട്ടിട്ട് അവിടുന്ന് ഒരു എൻക്വയറി വന്നതാണ്. അപ്പോൾ തമിഴിലാണ് എൻക്വയറി വന്നത്. തമിഴാണ് വന്നത്. അപ്പൊ ഞാനത് ജെനുവിൻ ആണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നില്ല. കാരണം ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ജെനുവിൻ അല്ലാന്ന് വിചാരിക്കും. പിന്നെ അച്ഛന്റെ ഫോൺ നമ്പർ കൊടുത്തു, ഞാൻ കോൺടാക്ട് ചെയ്തു, ഓഡീഷൻ അയച്ചു, ഓഡീഷൻ ചെയ്ത് കൊടുത്തു. പിന്നെ അത് അവര് പതിയെ എന്റെ അനിയൻ സ്പൈ വർക്കർ എന്റെ വീട്ടില്. അപ്പൊ അവൻ പാര വെച്ച് പറഞ്ഞു ഇൻസ്റ്റഗ്രാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, പൊതുവെ എല്ലാ വീട്ടിലും നടക്കുന്ന പോലെ. അപ്പൊ അവര് ഞാൻ പറഞ്ഞില്ല, എന്റെ കുറച്ച് പിക്സ് ഒക്കെ എടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റാക്കി. മൂവി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. മൂവീസ് കാണാന്, അതിൽ ആക്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കാര്യമാണ്. അപ്പോ അവരെ സപ്പോർട്ട് ചെയ്തു. ഇതുവരെ ഞാൻ എത്തിയത് അവരെ സപ്പോർട്ട് ചെയ്തു. അനിയൻ BBA ഡിഗ്രി ലാസ്റ്റ് ഇയർ ഫൈനൽ ഇയർ. അപ്പൊ മലയാളത്തിലേക്കുള്ള എൻക്വയറി എങ്ങനെയാ വന്നത്? എൻക്വയറി വന്നത് അതിന്റെ പ്രൊഡക്ഷൻ മാനേജർ പരിചയമുണ്ടായിരുന്നു ഓൾറെഡി. അവള് മലയാളിയാണ്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ആളെ ത്രൂ ആണ് ഈ ഒരു എൻക്വയറി വന്നത്. പിന്നെ അതിന്റെ ഡയറക്ടർ തമിഴ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ തമിഴ് സിനിമ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണോ ഈ മലയാളത്തിന്റെ എൻക്വയറി വരുന്നത്? അതെ, ഞാനൊരു തമിഴ് ചെയ്തതിന് ശേഷം, തെലുഗു ചെയ്തതിന് ശേഷമാണ് എനിക്ക് മലയാളം ചെയ്തത്. ആ മലയാളത്തിന്റെ എൻക്വയറി. അപ്പൊ മലയാളത്തിലപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹം ആരുടെ കൂടെ അഭിനയിക്കാനാണ്? ഇപ്പൊ ഒരുപാട് യുവനടന്മാരായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് കഴിവ് തെളിയിച്ച പുതിയ. എനിക്ക് ഞാൻ ഈ മൂവിയിൽ വരുന്നേക്കാളും മുന്നേ വരെ എനിക്ക് മുന്നേ വരെയല്ല, അപ്പോഴും ഇപ്പോഴും ഇഷ്ടമുള്ള ആൾക്കാരാണ് ടോബിനോ, പിന്നെ അതേപോലെ ദുൽഖർ സൽമാൻ. ടോബിനോ ഞാൻ ലാസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വെക്കേഷൻ വരുന്ന സമയത്ത് ടോബിനോട് വീട്ടിൽ അത്രയും പരിചയമായിട്ടല്ല, കാരണം അവന്റെ വീട് എപ്പോഴും ഓപ്പണാണ്. ആർക്ക് വേണമെങ്കിലും ചെല്ലാം. കോളിംഗ് ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ ടോവിനോടെ വൈഫൈ ഡോർ നോക്കാം.
അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ആ വീട്ടില്. നമുക്ക് ആര് വേണമെങ്കിലും പോയി നോക്കാം. കാരണം ആ വഴി പോകുന്ന സമയത്ത് ജസ്റ്റ് കയറി കോളിംഗ് ബെല്ല് അടിക്കും, വരും, പറയില്ല എറണാകുളത്താന്ന് പറയും, ഓക്കെ ശരി വരും. കാരണം ബാക്കിയുള്ള നടന്മാരുടെ അവിടെ പോണ പോലെ ടോവിനോടെ വീട് ഫ്രീ ആണ്. ഗേറ്റ് ഒക്കെ എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ടാവും. ചിലപ്പോ അച്ഛനൊക്കെ അവിടെ പുറത്ത് നിൽക്കണേക്കാം. ഇല്ലല്ല കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ടോവിനോടെ നേരിട്ട് കണ്ടില്ല. കാരണം ആളെപ്പോഴും വൈഫ് തന്നെ പറയും പ്രൊജക്റ്റ് ആയിട്ട് ഇന്ന ഭാഗത്താണ്, അല്ലെങ്കിൽ ആളുടെ സ്ഥലത്തില്ല, ഇന്ന ദിവസം വരുള്ളൂ. അത് ചോദിച്ചാൽ ഞാൻ തന്നെ പറയും പറ്റില്ല ഏത് ദിവസം വരാന്നുള്ളത്. ഞങ്ങള് ടോമിനോട് ഒരു ഇപ്പോ ലാസ്റ്റ് ഇറങ്ങിയ പടമല്ലേ മിന്നമ്പള പാട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ റീക്രിയേഷൻ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല, എനിക്ക് താല്പര്യമില്ല അങ്ങനെ ചെയ്യാൻ. എന്റെ ഓൺ ഐഡന്റിറ്റിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇത് രസമായിട്ട് തോന്നിയപ്പോ ഞാൻ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് ആദ്യമായിട്ട് ഒരു റീക്രിയേഷൻ വീഡിയോ ചെയ്തപ്പോ നല്ല വ്യൂസ് ആയി. അപ്പൊ അതിന് മില്യൺ കടന്നു, നല്ല അഭിപ്രായം വന്നു. നരിവേട്ടയുടെ ആൾക്കാർ തന്നെ അത് പിന്നെ കമന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മലയാളത്തിലേക്ക് സജീവമായിട്ട് വരട്ടെ. അതിന്റെ കൂടെ തന്നെ തമിഴിലും ബാക്കിയുള്ള ലാംഗ്വേജിലും ചെയ്യട്ടെ. അങ്ങനെ ഇപ്പോ കൂടുതലായിട്ട് ബിസി ആയിട്ട് പോകണം. അപ്പൊ പഠിത്തവും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ എങ്ങനെ മാനേജ് ചെയ്യും? അതാ ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ഞാൻ തെലുഗും തമിഴും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ എന്റെ ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പൊ മൂവീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ അറ്റൻഡൻസിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നെ. കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റാർ പരിവേഷമാണ്. ഒരുപാട് പേര് ഓട്ടോഗ്രാഫ് വാങ്ങിക്കലും കാര്യങ്ങളും ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ. അതൊക്കെ എങ്ങനെയാണ്? അത് രസകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടത്തെക്കാട്ടും കൂടുതൽ തമിഴ്നാട് അവിടെയാണ് കാരണം കൂടുതൽ തമിഴിൽ ചെയ്തോണ്ട് അവരാണ് പെട്ടെന്ന്. പക്ഷെ ഇവിടെ കോളേജിലും അവർക്ക് അറിയാലോ ഓൾറെഡി തമിഴിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരൊന്ന് ഓട്ടോഗ്രാഫ് കാര്യങ്ങളൊക്കെ വാങ്ങി കൂടെ ഫോട്ടോ അവരുടെ സപ്പോർട്ടും ലൈക്ക് ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും കൂടാണ് എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ. കാരണം അവരാണ് അറ്റൻഡൻസ് ഒക്കെ ഇട്ടില്ലേ, എല്ലാ ടീച്ചേഴ്സും അറിയും. അപ്പൊ ഏത് എന്തിലും തിരിയാനാണ് കൂടുതൽ ആഗ്രഹം? ഫിലിം ഇൻഡസ്ട്രി ആണ് ഓൾറെഡി പറഞ്ഞത്. ഞാനിപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ലേ, അപ്പൊ എനിക്കൊരു 1 ഇയർ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഫുള്ളി ഫിലിമിൽ കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എന്റെ മുന്നിൽ എന്താണോ വരുന്നത് ലൈക്ക് ആ ഒരു ടൈമിൽ എനിക്കിങ്ങനെ തെളിഞ്ഞു വരും ഓരോരോ ടൈമില്. അപ്പൊ എന്തൊക്കെയാണോ പോണ്ടത് എന്റെ ഒരു ബ്രെയിൻ പറയുന്നതിനനുസരിച്ച്. അതൊക്കെ ഇഷ്ടമാണ്, അതെനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. അത് സൈഡ് പ്രൊഫഷണലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, എന്റെ സ്വന്തം ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഡാൻസ് കാര്യങ്ങൾ അങ്ങനെ ഞാൻ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ അല്ല അവിടെ എല്ലാവരുമായിട്ട് പരിചയമുണ്ട്, പിന്നെ ഇടയ്ക്ക് പോവും, അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അപ്പൊ ഫിലിമിലൊക്കെ നമുക്കൊരു ആക്ഷൻ ഹീറോയിനൊക്കെ ആയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഫൈറ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ട ഇനി അടുത്ത് വരുന്ന പടം ഫൈറ്റിംഗ് ആണ്. അപ്പൊ ഫൈറ്റിംഗ് ഒക്കെ ആയിട്ടൊരു സൂപ്പർ മൂവി നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമുക്ക് ഓൾറെഡി അറിയുന്ന ഫാമിലി ഫ്രണ്ട് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിക്കും ഒരു വിരുന്നിനായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോ ജസ്റ്റ് നമ്മളൊന്നൊരു എല്ലാവരും കൂടി സംസാരിച്ചിട്ട് ഇന്റർവ്യൂ എടുക്കാന്നുള്ള ഇതിലാണ് നമ്മൾ ഇങ്ങനെ ഇന്റർവ്യൂ എടുത്തത്. പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ എടുത്താലേ സംസാരിക്കാൻ തോന്നിയത്. ഓക്കെ എന്തായാലും ഇനിയിപ്പോ നാളെ മറ്റന്നാൾ നമ്മുടെ കൂടെ ഉള്ള കുട്ടിയാണ്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ കാണാൻ തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല. ചിലപ്പോ നമ്മ ദൂരെ അപ്പൊ നമ്മുടെ അടുത്തും വേണ്ടേ. അപ്പൊ അത് കാരണം നമ്മളൊരു ഇന്റർവ്യൂ പ്ലാൻ ചെയ്യാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് അതെ ഒരു സഡൻ പ്ലാൻ ആയിരുന്നു. അപ്പൊ ഇനിയോ സംസാരിച്ച് വളരെയധികം സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അതിന് ഭാവി പരിപാടികൾ കാര്യങ്ങളൊക്കെ ഒരുപാട് സിനിമകളൊക്കെ ചെയ്യാനും അതൊക്കെ ഞാൻ കണ്ട് ആസ്വദിക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാവരും സിനിമയൊക്കെ ഇറങ്ങിയ ഉടൻ പോയി കണ്ട് ആൾക്കാരൊക്കെ. അപ്പൊ അതൊക്കെ അതിപ്പോ ഞങ്ങൾ പുറത്താണെന്നുണ്ടെങ്കിലും കാണാറുണ്ട് എല്ലാവരും. അപ്പൊ അതൊക്കെ പുതിയ പുതിയ പടങ്ങളെ കാണാനും നല്ല നല്ല വേഷങ്ങളൊക്കെ കിട്ടാനും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓക്കെ, ബെസ്റ്റ് വിഷസ്. അപ്പൊ ഇതോടെ നമ്മുടെ ഇന്റർവ്യൂ എന്നുള്ള പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പൊ അതെ അതെ അതിനെ കുറിച്ച് ഞാൻ പുതിയ ചോദിക്കില്ല. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് മലയാളം പടം ചെയ്തു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ആ മലയാളം പടത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങളെല്ലാം സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ അതെ ദേവിക സതീഷ് അതിന്റെ ഡയലോഗുകൾ അതെ ഇപ്പൊ എയറിലായിട്ട് നിൽക്കുന്നത് ദേവിക അല്ല ആക്ച്വലി എയറിലായിട്ടുള്ളത്. അതിലെ ഹീറോ എയറിലാണ്. ഇപ്പോ ഇറങ്ങിയിട്ട് വേണം
ബാക്കി കാര്യങ്ങൾ ആക്ച്വലി അവനെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിലെ കുറച്ച് ഡയലോഗുകളാണ് അവനെ എയറിലാക്കിയത്. കാരണം അത് ക്രിയേറ്റ് ചെയ്തിട്ട് പലരും പല സന്ദർഭങ്ങളിലും അത് റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ പടം അങ്ങനെ പോയത്. അപ്പൊ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ല? ഫേസ്ബുക്ക് അല്ല, എനിക്ക് എപ്പോഴെങ്കിലും ചെറിയ അപ്ഡേഷൻസ് ഇടും, അല്ലാണ്ട് അല്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഈ പടത്തിന്റെ മലയാളം പടം ചെയ്തതിന്റെ കൂടെ ആൾക്കാർ കമന്റ്സ് കാര്യങ്ങളൊക്കെ അയക്കാറുണ്ടോ? ഞാൻ വായിക്കുന്ന മിക്ക റീൽസിലും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന റീല് തന്നെയായിരിക്കും. സോഷ്യൽ മീഡിയ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ആരെങ്കിലും ഏൽപ്പിച്ചിരിക്കുകയാണോ? ഇല്ല, കറന്റ്ലി ഞാൻ തന്നെ യൂസ് ചെയ്യുന്നത്. അതിന് ലൈക്ക് ഇപ്പൊ ആർക്കും അങ്ങനെ കൊടുക്കാൻ അപ്പൊ ഈ ഭയങ്കര ബിസി ആയിട്ട് ഇപ്പോ തമിഴ് തെലുങ്ക് കാണുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ ചെന്നൈയിലൂടെ ഒക്കെ പോകുന്നു, അപ്പൊ തിരിച്ച് എറണാകുളത്ത് വരുന്നു. അപ്പൊ ഇതെല്ലാം ഭയങ്കര ബിസി ആയിരിക്കില്ലേ ലൈഫ്? പിന്നെ ക്ലാസ്സിന് പോകണം, ഹോംവർക്ക്, പ്രോജക്ട്. അതാണ് ഞാനിപ്പോ ഒരു 1 year ബ്രേക്ക് എടുത്തത്. അതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. ക്ലാസ്സും മൂവീസും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. ഒപ്പം എക്സാമിന്റെ ഡേയ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പ്രഷർ വരും. അതൊക്കെ കഴിഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ദേവികയുടെ വിശേഷങ്ങൾ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.